ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. സക്കേവൂസിനെ കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ ഒത്തിരിയധികം ധ്യാനിച്ചിട്ടുള്ള, നമ്മെ ഒത്തിരിയധികം സ്വാധീനിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ ഈ സക്കേവൂസിന്റെ കഥ. ദൈവം കണ്ടെത്തിയ ഒരു മനുഷ്യനെ കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം കണ്ടെത്തിയ മനുഷ്യൻ എന്നതിനേക്കാൾ ദൈവത്തെ കണ്ടെത്തിയ ഒരു മനുഷ്യൻ എന്നതിനെ കുറിച്ചാണ്. കാരണം അത് മനസ്സിലാകണമെങ്കിൽ ഇതിനു മുൻപുള്ള ലൂക്ക പറയുന്ന മറ്റൊരു സുവിശേഷ ഭാഗം നമ്മൾ ഒന്ന് ധ്യാനത്തിലേക്ക് കൊണ്ടുവരണം. മറ്റൊന്ന് പറയാം, നഷ്ടപ്പെട്ട ആട്, കാണാതായ നാണയം, ധൂർത്തപുത്രന്റെ ഉപമ. അപ്പം ഇതിലൊക്കെ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ മക്കളെ കുറിച്ചുള്ള സൂചനകളാണ്. ഇതൊക്കെ ദൈവത്തിന് നഷ്ടപ്പെട്ടു, ദൈവം ആ മക്കളെ കണ്ടെത്തുകയാണ്. അപ്പോൾ അതേ ലൂക്ക തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ തന്നെ ദൈവത്തെ കണ്ടെത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഈ ഉപമകൾ തമ്മിലും ഈ കഥയും തമ്മിലും അല്ലെങ്കിൽ ഈ സംഭവവും തമ്മിലൊരു ബന്ധമുണ്ട്. ഇപ്പോൾ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, നീളം കുറഞ്ഞൊരു മനുഷ്യൻ, എന്നാൽ അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചുങ്കക്കാരനിൽ പ്രധാനിയും ധനവാനും. അപ്പം ശാരീരികമായി അവനൊരു കുറവുണ്ട്, എന്നാൽ അവൻ ആ കുറവുകളെ ഒന്നും വകവെക്കാതെ ആ സമൂഹത്തിലെ പ്രമാണിയും ശക്തനും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. അപ്പം അവൻ്റെ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ സ്വന്തം ഈ കഴിവ്, കുറവുകളെ നിറവുകളാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ, പണസമ്പാദനത്തിനിടയിൽ അവന് ദൈവത്തെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെ അവൻ ഉപേക്ഷിച്ചു പോയി. അവന് ദൈവമില്ലാത്ത അവസ്ഥയായി മാറി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സക്കേവൂസ്, അവൻ ഈശോയെക്കുറിച്ച് കേൾക്കുകയാണ്, കേട്ടറിഞ്ഞ ഈശോയെക്കുറിച്ച്. അപ്പം അവൻ എന്താണ് ഈശോയെ കേട്ടത്? ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ്. ഈ സക്കേവൂസിൻ്റെതായിരിക്കണം ഈശോയുടെ അവസാനത്തെ അത്ഭുതം എന്ന് പറയുന്നത്. കാരണം ജെറുക്കയിൽ നിന്ന്, അല്ലെങ്കിൽ ഈശോ ഗലീലയിൽ നിന്ന് ജെറുസലേമേക്കുള്ള യാത്രയിലാണ്. ആ യാത്രക്കിടയിലുള്ള അവസാനത്തെ ഒരു സംഭവമായിട്ടാണ് ലൂക്ക ഈ സുവിശേഷ ഭാഗം വിവരിക്കുന്നത്. ഇവിടെ ഈശോ ഇവനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈശോ അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ യാത്രയിലാണെന്ന് പറയുന്നുണ്ട്. ജെറുക്കയിൽ നിന്ന് അവൻ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അവൻ യാത്രയിലാണ്. ആ യാത്രയിൽ ഈശോ മനഃപൂർവ്വം ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. സക്കേവൂസ്, ഇന്ന് ഞാൻ നിന്നോടൊപ്പം താമസിക്കും എന്ന് പറയണം. അപ്പോൾ അവനെടുത്ത തീരുമാനം, ആ യാത്ര അവനവിടെ നിർത്തുകയാണ് സക്കേവൂസിന് വേണ്ടി. എന്തിനു വേണ്ടി? സക്കേവൂസിന് ദൈവത്തെ കണ്ടെത്തണം. അവൻ കണ്ടെത്താൻ വേണ്ടി അവനൊരു ആഗ്രഹം, അവൻ ആ കണ്ടെത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അവൻ തിടുക്കത്തിലൊക്കെ ഓടിയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ ആ നെട്ടോട്ടത്തിൽ ദൈവം അവനോടൊപ്പം നിൽക്കുകയാണ്. ഇത് മറ്റൊരു സൂചന നൽകുന്നുണ്ട്. നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ ദൈവം 1000 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി വെക്കുമെന്നാണ്. അത് ഈ സംഭവത്തിൽ അക്ഷരാർത്ഥത്തിൽ തെളിഞ്ഞു കാണിക്കുകയാണ്. അങ്ങനെ ഈ ലൂക്ക വിവരിക്കുന്ന ഈ സക്കേവൂസ് ഈശോയെ കാണുന്നതിന് വേണ്ടി അവൻ്റെ കുറവ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അവൻ്റെ കുറവ് വകവെക്കാതെ അവൻ ഒത്തിരിയധികം സമ്പാദ്യങ്ങൾ നേടി ആ നാട്ടിലെ പ്രമാണിയായി മാറുന്നുണ്ട്. എന്നാൽ നാട്ടുകാർക്ക് ആർക്കും അവന് ഇഷ്ടമല്ല. കാരണം അവൻ ചുങ്കക്കാരനായതുകൊണ്ടാണ്. നമ്മൾ മുമ്പ് ധ്യാനിച്ചിട്ടുള്ളതാണ്. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ദേശത്തെ ഒറ്റിക്കൊടുക്കുന്ന ദേശദ്രോഹി എന്നൊക്കെയാണ്. ചുങ്കം പിരിക്കുന്നതാണ് റോമാക്കാർക്ക് വേണ്ടി. അപ്പോൾ ഇവൻ ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറയുമ്പോൾ ചുങ്കക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. പല ചുങ്കക്കാർ, ചെറിയ ചുങ്കക്കാരുണ്ട്, പ്രധാനികളുണ്ട്. അപ്പോൾ ഇവൻ ചെറിയ ചെറിയ ചുങ്കക്കാരുടെയൊക്കെ മേധാവിയായിരിക്കണം. രാജാവിന് ചുങ്കം കൊടുക്കുന്നതിന് വേണ്ടി മറ്റു ചുങ്കക്കാരുടെ നിന്ന് ചുങ്കം മേടിക്കുന്നവനായിരിക്കണം. അതുകൊണ്ടാണ് ഇവനെ പ്രമാണി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചുങ്കം മേടിക്കുന്നത് കൊണ്ടാണ് ഇവൻ ധനവാനുമായത്. ഒത്തിരിയധികം പണം അവനുണ്ട്. അപ്പോൾ ഇവൻ ഈ പണത്തെക്കുറിച്ച് പറയുന്നത് ഇവൻ വഞ്ചിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇവൻ ആളുകളെ വഞ്ചിച്ച് പണം സമ്പാദിക്കുന്നതിനിടയിൽ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്, നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ. ഈ നേരായ രീതിക്കുള്ള സമ്പാദ്യങ്ങൾക്കുള്ള നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ ദൈവത്തെ നഷ്ടപ്പെടുത്തത്തില്ല ഒരിക്കലും. ഇവൻ ഈ വഞ്ചനയും ചതിയും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അവൻ എവിടെയോ ദൈവത്തെ നഷ്ടപ്പെട്ടു. പണം അവൻ ആവശ്യത്തിനനുസരിച്ച്, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവന് ദൈവത്തെ കണ്ടെത്തണം. അതുകൊണ്ട് അവൻ എന്താ ചെയ്തത്? അപ്പോൾ നേരത്തെ പറഞ്ഞു, കുറവുകൾ വകവയ്ക്കാതെ സമ്പാദിക്കുന്നതിന് വേണ്ടി അവൻ ഒത്തിരിയധികം പണിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവന് സമ്പാദ്യം കിട്ടിയത്. അവൻ ചെറിയ മനുഷ്യനായി പോയിരുന്നിട്ടും അവൻ ഇത്രയധികം സമ്പാദ്യം ഉണ്ടായത് അവൻ ആ കുറവുകൾ വകവയ്ക്കാതെ നെട്ടോട്ട് മൂടി. അതേ കുറവുകൾ ദൈവത്തെ കാണുന്നതിൽ നിന്നും അവനെ തടയുന്നുണ്ട്. പൊക്കക്കുറവുള്ളത് കൊണ്ട് അവന് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ സിക്കമൂർ മരത്തിൽ വലിഞ്ഞു കയറുകയാണ്. അപ്പോൾ ഇത് തന്നെ അവൻ ഉപയോഗിക്കുന്നത്, അവൻ്റെ കുറവുകളെ, ദൈവത്തെ കാണാനുള്ള കുറവുകളെ അവൻ നിറവാക്കി മാറ്റുകയാണ്. അവൻ കഷ്ടപ്പെട്ട് ആ പൊക്കത്തിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. നേരത്തെ അവൻ്റെ കുറവുകൾ നിറവുകളാക്കുന്നതിന് വേണ്ടി തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്ത് പണം സമ്പാദിച്ചു. എന്നാൽ ഇവിടെ ഈ കുറവുകൾ അവൻ നന്മ നിറഞ്ഞ പ്രവൃത്തി, ക്രിസ്തുവിനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവന് രക്ഷ കിട്ടുകയാണ്. അവിടെയാണ് സക്കേവൂസിന്റെ ഉപമ, ഈ കഥ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി അവൻ ഈ കുറവുകളെ ഉപയോഗിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവത്തെ കണ്ടെത്തിയ ഒരു മനുഷ്യന്റെ കഥയാണിതെന്ന്, അല്ലെ? അതായത് ഈശോയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഈ മരത്തിന് വലിഞ്ഞു കയറുമ്പോൾ ഈശോ അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവനെ കാണുന്നുണ്ട്. നമ്മൾ ഈ ലൂക്ക പറയുന്ന
ധൂർത്തപുത്രന്റെ ഉപമയിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ അപ്പൻ കാത്തിരിക്കുകയാണ്, മകനെ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ അപ്പൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്, മകൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ഈ സക്കേവൂസ് അപ്പനായി മാറുകയാണ്. കാരണം ഈശോയെ കാത്തിരിക്കുകയാണ്. കാരണം ഈശോയെ നഷ്ടപ്പെട്ടു പോയത് സക്കേവൂസിനാണ്. നഷ്ടപ്പെട്ടു പോയ ഈശോയ്ക്ക് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈശോ വരുന്നു, അവനെ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ തിടുക്കത്തിൽ അവൻ ഇറങ്ങിയെന്നാണ്. വീണ്ടും ഉപമയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, അപ്പൻ പറയുന്നത് എന്ത് ചെയ്യാം, വില കൂടിയ വസ്ത്രങ്ങൾ കൊണ്ടുവരിക, വിരുന്നൊരുക്കുക. ഇതൊക്കെ തന്നെയാണ് ലൂക്കയും ചെയ്യുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൽ ഈ സക്കേവൂസും ചെയ്യുന്നത്. കാരണം ഈശോ പറയുന്നുണ്ട്, നിന്നോടൊപ്പം എനിക്ക് വിരുന്നൊരുക്കണം. അവൻ വലിയ വിരുന്നൊരുക്കുകയാണ്. കാരണം ഈശോയെ കണ്ടെത്തിയ സന്തോഷം. വീണ്ടും അവന് ഈ അപ്പൻ മകന് വേണ്ടി സമ്മാനങ്ങളെല്ലാം നൽകുന്നുണ്ട്. വസ്ത്രം കൊടുക്ക്, മോതിരം കൊടുക്ക്, ചെരുപ്പ് കൊടുക്ക്. അപ്പം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇവൻ പറയുന്നത്, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ എടുത്തിട്ട് കൊടുക്കും. ഞാൻ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കൊടുക്കും. തോറയുടെ നിയമം അനുസരിച്ച്, തോറ കൽപ്പിക്കുന്നതനുസരിച്ച് ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ 5-1 കൊടുത്താൽ മതി. അതായത് വഞ്ചിച്ചതും 5-1 കൊടുത്താൽ മതി. ഇവിടെ അവൻ 4 ഇരട്ടി കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ അവനുണ്ടായ മാറ്റം, അവന് ഉണ്ടായ സന്തോഷം. കാരണം ഈ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ദൈവത്തെ നഷ്ടപ്പെടുത്തിയത്. ഇപ്പൊ അവൻ സമ്പാദ്യം നഷ്ടപ്പെടുത്തുകയാണ്. കാരണം അവന്റെ ദൈവത്തെ തിരിച്ചു കിട്ടിയിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി. ഈ ലൂക്ക പറയുന്ന വാക്കുകൾ, ഞാൻ എൻ്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കും എന്നൊക്കെ പറയുന്നത് പ്രസന്റ് ടെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു, അവൻ കൊടുക്കാമെന്നല്ല പറഞ്ഞതെന്നാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്. അവൻ പറയുന്നത് ഇത് നടന്നു കഴിഞ്ഞു എന്നാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതല്ല, അത് വർത്തമാനകാലത്തിൽ സംഭവിച്ച കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് അവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്ത് കിട്ടുന്നു? രക്ഷ ലഭിച്ചു. ഈശോ പറയുന്നത് എനിക്കിപ്പോൾ രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് 2 രീതിയിലും വ്യാഖ്യാനിക്കാം. കൊടുക്കാമെന്ന തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവൻ, അതായത് വഞ്ചനയും ചതിയും നിറഞ്ഞ മനുഷ്യൻ അത് മാറി ഹൃദയവിശാലതയോടെ കൊടുക്കാമെന്ന തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവൻ രക്ഷ പ്രാപിച്ചു. എങ്കിലും ലൂക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ലൂക്ക അവതരിപ്പിക്കുന്ന സക്കേവൂസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സക്കേവൂസ് അത് കൊടുത്തു എന്ന് തന്നെയാണ്. അപ്പോൾ അത് ക്രിസ്തുവിനെ കിട്ടിയപ്പോൾ അവൻ ആ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. സമ്പാദ്യം ഒന്നും വേണ്ട, ഏറ്റവും വലിയ സമ്പാദ്യം ക്രിസ്തു തന്നെയാണല്ലോ. അപ്പൊ അവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ തിരിച്ചു കിട്ടിയ മനുഷ്യനെ കാണുന്നത്. നേരത്തെ ദൈവത്തിന് മനുഷ്യനെ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷം, അതേ സന്തോഷം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴും എന്ന് ലൂക്ക നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും, ദൈവത്തിന് നമ്മളെ നഷ്ടപ്പെട്ടു പോയാലും കണ്ടെത്താൻ എളുപ്പമാണ്. ദൈവം നമ്മെ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. ഈ ഈശോ ഓടി സക്കേവൂസിന്റെ മരത്തിന്റെ കീഴിലേക്ക് വന്നിരിക്കുന്ന പോലെ. അപ്പൊ നേരത്തെ പറഞ്ഞു, ഇതൊരു പ്രയാണമാണ്. ഈ ജെറീക്കോ എന്ന് പറഞ്ഞൊരു താഴ്ന്ന പ്രദേശമാണ്. ആ താഴ്ന്ന പ്രദേശത്തിലേക്ക് ക്രിസ്തു പോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിലേക്കാണ്. ഈ ലൂക്ക അവതരിപ്പിക്കുന്ന സക്കേവൂസ് ചെറിയൊരു മനുഷ്യനാണ്. അവൻ ഉയർന്ന ആ മരക്കൊമ്പിലേക്ക് കയറിയിരിക്കുമ്പോൾ ഈശോ അവനെ അവിടെ കണ്ടെത്തുകയാണ്. അതായത് ഈശോയുടെ ഈ യാത്രയിൽ, ഉയരത്തിലേക്കുള്ള മരണത്തിലേക്കുള്ള യാത്രയിൽ അവൻ ഈ താഴെ കിടക്കുന്ന മനുഷ്യനെയും ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. അവിടെയാണ് ഉദ്ധാനം സംഭവിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് സക്കേവൂസിന്റെ ഉദ്ധാനം ആ ഭവനത്തിൽ ആ ഉയർന്ന സമയത്ത് സംഭവിക്കുകയാണ്. ഈശോ അവന് കൊടുത്തു കഴിഞ്ഞു, നീ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനം ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. ഇപ്പൊ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിൽ നിന്ന് എന്നെ പിടിച്ച് ഉലയ്ക്കുന്ന ചില കാരണങ്ങൾ. ലൂക്കയ്ക്ക് ഇവിടെ സമ്പാദ്യമാണ്, അവന്റെ സ്ഥാനമാനങ്ങളാണ് സക്കേവൂസിന്. അതുകൊണ്ട് സക്കേവൂസ് അതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവന് ഈശോയെ പൂർണ്ണമായി ലഭിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഈശോ അവന് മുമ്പിലേക്ക് വരുന്നു എന്നാണ്, അവനെ വിളിക്കാൻ. അപ്പോൾ നാട്ടുകാർ മുഴുവനും കുറ്റം പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈശോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും കുറ്റം പറയുന്നത്. എന്നാൽ ഈശോയുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും പിറുപിറുത്തു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ ആ പിറുപിറുപ്പിനെ ഒന്നും കാര്യമാക്കുന്നില്ല. ഈശോയ്ക്ക് ഈ ലൂക്കായ അവതരിപ്പിക്കുന്ന സക്കേവൂസിന്റെ സന്തോഷമാണ് വലുത്. നഷ്ടപ്പെട്ടു പോയവനെ ദൈവത്തെ തിരിച്ചു കിട്ടുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം, അതാണ് ഈശോ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ അവരുടെ പിറുപിറുപ്പുകളെ ഒന്നും കാര്യമാക്കി എടുക്കാതെ അവഗണിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടവരെ കണ്ടുപിടിക്കാനാണ്. സത്യത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ സക്കേവൂസിനാണ്. ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി. സക്കേവൂസ് ആ ദൈവത്തെ കണ്ടെത്തി. അവൻ ആ കുറവുകൾ ഉപയോഗിച്ച് തന്നെ നിറവുകളാക്കി മാറ്റി ഈശോയെ കണ്ടെത്തി. അപ്പോൾ ഈശോയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സക്കേവൂസിന്റെ അടുത്തേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഈശോ എത്രമാത്രം താഴ്ന്നു എന്ന് കൂടി നമ്മൾ പറയണം. കാരണം സക്കേവൂസ് മരത്തിന്റെ മുകളിലാണ്, ഈശോ താഴെ വന്ന് നിൽക്കുകയാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഒരു താഴ്ച തന്നെയാണ്. പാപിയുടെ അടുക്കിലേക്ക് സ്വയം താഴ്ന്നു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ മനസ്സും കൂടെ ഈശോയിൽ നമ്മൾ മനസ്സിലാക്കണം. വളരെ മനോഹരമായി ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്. ഫ്രാൻസിസ് അസീസി ഒരിക്കലും ലിയോയുമായി നിൽക്കുമ്പോൾ മരക്കൊമ്പിൽ ഒരു കുരുവി മുട്ടയിട്ട വേദനയിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൺകുരുവി അപ്പുറത്ത് കൊമ്പിലിരുന്ന് പാട്ട് പാടുകയാണ്. അവൻ ഇങ്ങനെ സ്വരമുണ്ടാക്കി പാട്ടുപാടും. ആ സന്തോഷത്തിൽ ഈ തള്ളക്കുരുവി, മുട്ടയിട്ട കുരുവിയുടെ സങ്കടം പതുക്കെ അലിഞ്ഞലിഞ്ഞില്ലാതെയാണ്. അപ്പൊ ഇതൊന്ന് കണ്ടിട്ട് ഫ്രാൻസിസ് ലിയോട് പറഞ്ഞല്ലോ, ലിയോ നോക്കൂ, നമ്മുടെ ദൈവം തള്ളപ്പക്ഷിയുടെ വേദന മാറ്റാനായി ആൺപക്ഷിയായി വന്ന് പാട്ട് പാടുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ദൈവം അങ്ങനെയൊക്കെ തന്നെയാണ്.
അവൻ പുല്ലിലും പുഴുവിലും ആശ്വാസമായി ഉണ്ട്. അവൻ ഓരോ മനുഷ്യന്റെയും പുഴുവിനെക്കാളും നിസ്സാരനായ മനുഷ്യന്റെ പാപാവസ്ഥയിൽ പോലും അവൻ ഏത് രൂപത്തിലും വരാൻ തയ്യാറാണ്. അവൻ എത്രത്തോളം താഴാനും തയ്യാറാണ്. നമുക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ കണ്ടെത്തുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെ ഈ സഖ്യവൂസ് നമുക്ക് മുമ്പിൽ കാണിച്ചിരിക്കുകയാണ്. നമ്മളും ഒരുപക്ഷെ ക്രിസ്തുവിന് നഷ്ടപ്പെട്ട കുഞ്ഞാടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമുക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഒന്ന് ഓടുക, അവന് വേണ്ടി ഒരു തിടുക്കം കാണിക്കുക. അതിനേക്കാൾ ഇരട്ടി തിടുക്കത്തോടുകൂടി അവൻ നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സന്തോഷവും രക്ഷയും മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. സഖ്യവൂസ് തിരിച്ചറിഞ്ഞ സന്തോഷം തിരിച്ചറിയാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന്. യേശുനാഥൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.